ശനിയുടെ എന്ന് പറയുമ്പോഴേ മന്ദഗതിയിൽ പ്രവർത്തിക്കുന്നവൻ. ഇപ്പൊ ശനിയുടെ ആധിക്യമുള്ളവരെല്ലാം നേഴ്സിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരായിരിക്കും. പൊതുസേവനം അതും വരും ഇതിൽ. ഒരു ഇത് നോക്കുകയാണെങ്കിൽ, രാഷ്ട്രീയ മേഖല നോക്കുകയാണെങ്കിൽ ഒന്നും എതിർ നോക്കാതെ ഒന്നും നോക്കൂല. അവർ ജനങ്ങൾക്ക് വേണ്ടിയുള്ള അവരുടെ ജീവിതം അങ്ങനെയായിരിക്കും. നേഴ്സിംഗ് മേഖലയും അതേപോലെ തന്നെ സേവനം. ഇവരിൽ കൂടുതലും പുതു നിറവും കാണൂല, തീരെ വൈറ്റ് കാണൂല. ആൾക്കാരെല്ലാം കുറച്ച് ബ്ലാക്ക് ആയിരിക്കും. പരിസരം എന്ന് പറയുന്നത് ഒരു ഉൾഗ്രാമമായിരിക്കും. ഈ റെയിൽവേ ലൈനിൻ്റെ അടുത്തോ സമാധി ക്ഷേത്രത്തിൻ്റെ അടുത്തോ സെമിത്തേരിയുടെ അടുത്തോ താമസിക്കുന്നവരായിരിക്കും. പിന്നെ ഇവരിലും കൂടുതലും കർമ്മമേഖല എന്ന് പറയുന്നത് റെയിൽവേ, ഹാർഡ്വെയർ ബിസിനസ് ചെയ്യുന്നവർ, ഓയിൽ ബിസിനസ്, പിന്നെ ഇരുമ്പ് സംബന്ധമായിട്ടുള്ള ഹാക്കർ മർച്ചൻ്റ് ഒക്കെ ചെയ്യുന്നില്ലേ അവർ, പിന്നെ നഴ്സിംഗ് മേഖല. ഗൾഫിൽ പോയാലും വെളിരാജ്യങ്ങളിൽ പോയാലും ഇവർ നഴ്സിംഗ് മേഖലയെ തിരഞ്ഞെടുക്കുകയുള്ളൂ. ദീർഘായുസ്, എല്ലാവർക്കും ദീർഘായുസായിരിക്കും അവർ ആ ഫാമിലിയിൽ. പേരിപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ കൂടുതലും ഇപ്പം നമ്മൾ ഹിന്ദു നെയിം നോക്കുകയാണെങ്കിൽ മണികണ്ഠൻ, അയ്യപ്പൻ, അത് ആ ശനിയുടെ ഒരു സ്വാധീനമാണ്. മഹേശ്വരൻ, മഹേഷ്, രേഷ്മ, ഗ്രീഷ്മ. ഇരുട്ടിന്റെ പേരെന്ന് പറഞ്ഞാൽ രജനി, രാത്രി എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ രാത്രിയുടെ അധിപനാണ് ശനി. അപ്പൊ രജനി എന്നുള്ള പേര്, ഇങ്ങനെയുള്ള നിയമങ്ങൾ വരും. അവരെ വീട്ടിൽ എപ്പോഴും ഫുഡ് കാണും. ഒരു വെളിയിൽ നിന്ന് ഒരു പുറത്തുനിന്ന് ആള് പോയി കഴിഞ്ഞാൽ ഫുഡ് കിട്ടും. അതാണ് ഈ ശനിയുടെ ഒരു പ്രത്യേകത. ചുരുക്കി പറഞ്ഞാൽ ദാസൻ അല്ലെങ്കിൽ ദാസി. അത് ഉദ്ദേശിക്കുന്നത് മറ്റുള്ള ഇതിലല്ല, മറ്റുള്ളവരെ സേവിക്കുന്നവർ. മുഖം ചൊളിക്കില്ല. സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.